ശ്രീ സായിറാം. അധ്യായം 7. കരുണാനിധി. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. സായീശ്വരൻ ഭൂമിയിൽ വന്നതുതന്നെ നമ്മുടെയെല്ലാം ദുഃഖദുരിതങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമല്ല സ്വശരീരം ഭക്തന്മാർക്കായി ത്യജിക്കുന്നതിനും വേണ്ടിയായിരുന്നു. ബാബ യോഗാവതാരം തന്നെയായിരുന്നു. ദൗതി, ഗണ്ഡയോഗം, സമാധി ഇവയെല്ലാം സായിനാഥന് നിശ്ചയമായിരുന്നു. ദൗതി: നീളമുള്ള വൃത്തിയായ വസ്ത്രത്തിൻ്റെ ഒരറ്റം കയ്യിൽ വെച്ചുകൊണ്ട് മറ്റേ അറ്റം വിഴുങ്ങുക. അങ്ങനെ ഏകദേശം 20 അടിയിലേറെ വിഴുങ്ങി വയർ ശുദ്ധമാക്കുന്ന യോഗക്രിയ. ഗണ്ഡയോഗം: ശരീരത്തിൽ നിന്നും അവയവങ്ങളെ വേർപെടുത്തി വീണ്ടും യോജിപ്പിക്കുക. സമാധി അദ്ദേഹത്തിന് സ്വാഭാവികമായിരുന്നു. ഈ യോഗാവതാരം എന്തെന്ന് എല്ലാവർക്കും വിസ്മയകരമായിരുന്നു. ആരാണ് സായീശ്വരൻ? ഹിന്ദുവോ മുസ്ലിമോ? ഹിന്ദു എന്ന് കരുതിയാൽ അവിടുന്ന് കാഴ്ചയിൽ മുസ്ലിമിനെ പോലെ തോന്നും. മുസ്ലിമെന്ന് നനച്ചാൽ ഉത്തമനായ ഒരു ഹിന്ദു ഭക്തനെന്ന് തോന്നും. അവിടുത്തെ അങ്ങനെ ആർക്കും തരംതിരിക്കാനാവില്ല. അവിടുന്ന് അത് രണ്ടുമല്ല, എന്നാൽ അത് രണ്ടുമായിരുന്നു. രാമനവമി ആഘോഷിക്കുന്നതിൽ സായിനാഥൻ അതീവ തൽപരൻ. അതേസമയം ചന്ദനക്കുടം ഘോഷയാത്രയ്ക്കും അവിടുന്ന് പ്രോത്സാഹനം നൽകി. രാമനവമി ഉത്സവകാലത്ത് സായീശ്വരൻ ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. സമ്മാനമായി കുതിരകളും വളകളും തലപ്പാവും കൊടുത്ത് ആഹ്ലാദിച്ചു. ഗോകുലാഷ്ടമിക്ക് ഗോപാലകാല ആടിപ്പിക്കും. ഈദ് ദിനത്തിലാകട്ടെ മുസ്ലിമുകളെ കൊണ്ട് മസ്ജിദിൽ ഖുറാൻ ചൊല്ലിക്കും. ഒരു മുഹറത്തിൻ്റെ സമയം. ചില മുസ്ലിം ഭക്തന്മാർക്കൊരാഗ്രഹം, ഒരു താബൂത്ത് മസ്ജിദിൽ നടത്തണം. അതിനുശേഷം എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോകണം. ബാബ സസന്തോഷം അതിന് അനുമതിയേകി. ഇങ്ങനെ സമ്മതിച്ചതുകൊണ്ട് ബാബ മുസ്ലിമാണോ? അല്ല. എങ്കിൽ അവിടുന്ന് കാതുകുത്തുമായിരുന്നോ? എന്നാൽ ബാബ ഹിന്ദുവാണോ? അല്ല. സുന്നത്തിനെ അവിടുന്ന് പിന്താങ്ങിയിരുന്നു. ബാബ സുന്നത്ത് ചെയ്തിട്ടില്ലെന്ന് നാന ഉറപ്പാക്കിയിരുന്നു. താമസം എപ്പോഴും മസ്ജിദിൽ. പക്ഷേ ഹിന്ദുക്കളെ പോലെ സദാ അഗ്നിയെ സംരക്ഷിച്ചിരുന്നു. മാത്രമല്ല തിരികല്ലുകൊണ്ട് ധാന്യം പൊടിക്കും, മണിയടിച്ച് ശംഖ് വിളിക്കുക, ഹോമം നടത്തുക, ഭജന പാടുക, അന്നദാനം ഇവയെല്ലാം അനുവദിച്ചിരുന്നു. ഇതൊന്നും ഇസ്ലാമിന് അനുകൂലമല്ല. അപ്പോൾ എങ്ങനെ ബാബയെ മുസ്ലിം എന്ന് വിളിക്കും? ഉത്തമ ബ്രാഹ്മണരും അഗ്നിഹോത്രികളും തങ്ങളുടെ നിലയും വിലയും അഹന്തയും മറന്ന് അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിച്ചിരുന്നു. ബാബയുടെ സ്വദേശം ഏത്? ഇത്തരം ചോദ്യങ്ങൾ അവിടുത്തെ കാണുന്നതുവരെ മാത്രം. ദർശനശേഷം പിന്നെ ചോദ്യങ്ങൾ ഉയരില്ല. ആരും നിശബ്ദരാകും. ബാബ ഹിന്ദുവോ മുസ്ലിമോ? ഇക്കാര്യം ആർക്കും പറയാനാവില്ല. ശരീരാഹങ്കാരമില്ലാത്ത സായീശ്വരന് എന്തു ജാതി, വർണ്ണം? അവിടുന്ന് ഒന്നിനെയും ആരെയും വേർതിരിച്ച് കണ്ടില്ല. ഫക്കീർമാരോട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ബാബ മത്സ്യമാംസങ്ങൾ ഭക്ഷിച്ചിരുന്നു. ആഹാരം കഴിക്കുന്ന വേളയിൽ നായ് വന്ന് തിന്നാലും സായീശൻ അതിനെ ഓടിച്ചകറ്റിയില്ല. ഇത്തരം വിസ്മയകരമായ ഭാവവും കൊണ്ടിരിക്കുന്ന അവിടത്തെക്കുറിച്ച് എന്തു പറയാൻ? സായി ദർശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വജന്മ പുണ്യം തന്നെ. മുജ്ജന്മ സുഹൃതമില്ലാത്തവന് ആ ദിവ്യ ദർശനം അസാധ്യം. എങ്ങനെ അവിടുത്തെ മഹാത്മ്യം വർണ്ണിക്കും? ആർക്കും അതിന് കഴിയില്ല. മഹത്തുക്കളായ എത്ര സന്യാസിമാരും സാധകരും സായിബാബയെ ശരണം പ്രാപിച്ചു ഉപദേശം തേടി. അവിടുന്ന് സദാ അള്ളാ മാലിക് എന്ന് ജപിച്ചുകൊണ്ടേയിരുന്നു. വാദപ്രതിവാദത്തിനും തർക്കത്തിനും സായീശ്വരന് താല്പര്യമില്ല. ശാന്തനും ദാന്തനുമായിരുന്ന ബാബ വേദാന്തസാരം ഭക്തന്മാർക്ക് പകർന്നേകി. ആരാണീ ബാബ? ആർക്കും അതിന് ഉത്തരം പറയാൻ അവസാനം വരെ കഴിഞ്ഞിരുന്നില്ല. മാനുഷവേഷം ധരിച്ച ദേവനായിരുന്നു അവിടുന്ന്. എല്ലാം അറിഞ്ഞ് ഒന്നും അറിയാത്തവനെ പോലെ അവിടുന്ന് പെരുമാറി. ചില വേളകളിൽ നമ്മുടെ അത്യന്തം രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുമ്പോൾ ആ സർവജ്ഞത ഓർത്ത് നാം വിസ്മയിച്ചു പോകും. ജ്ഞാനമൂർത്തിയായിരുന്ന ബാബ ഇഹലോക ബഹുമതികളെ ഗൗനിച്ചിരുന്നില്ല. ഷിർദിവാസികൾക്ക് അന്നു മുതലേ അവിടുന്ന് അവതാരമൂർത്തി തന്നെയായിരുന്നു. അജ്ഞനായ ഞാൻ, വിഡ്ഢിയായ ഞാൻ ആ ജ്ഞാനസ്വരൂപൻ്റെ ലീലകൾ എങ്ങനെ വർണ്ണിക്കേണ്ടു? ഷിർദിയിലെ ക്ഷേത്രങ്ങൾ ഗണപതി, ശങ്കരപാർവതി, ഗ്രാമദേവി മൂർത്തി തുടങ്ങി അവിടുന്ന് നവീകരിച്ചു. ദക്ഷിണയായി ലഭിച്ച തുക ഭക്തജനങ്ങൾക്കായി വീതിച്ചു നൽകി. ആ പണം നല്ലതിനായി ഉപയോഗിക്കണമെന്ന ഉപദേശവും കൊടുത്തു. അത് ലഭിച്ചവർ ഭയഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിച്ചു സന്തുഷ്ടരായി. വൈദ്യന്മാരുടെ വൈദ്യനായിരുന്നു സായിനാഥൻ. ആ ദർശനത്താൽ തന്നെ പലരുടെയും രോഗം അകന്നു. സ്പർശനത്താൽ പലർക്കും ആരോഗ്യം വീണ്ടുകിട്ടി.
ദുർജനങ്ങൾ സന്മാർഗത്തിലൂടെ ചരിക്കാൻ തുടങ്ങി. ആ തൃപ്പാദത്തിൽ വിശ്വസിച്ച് പ്രണമിച്ച അന്ധന്മാർ കാഴ്ചയുമായി തിരിച്ചുപോയി. മുടന്തന്മാർ നന്നായി നടന്നു. ഈ ദിവ്യാനുഭവങ്ങൾ കാട്ടുതീ പോലെ പടർന്നു. അതോടെ ഷിർദിയിലേക്ക് ജനസഹസ്രങ്ങൾ കുത്തി ഒഴുകാനും തുടങ്ങി. പ്രഭാതകർമ്മങ്ങൾക്കു ശേഷം ചിലപ്പോൾ അവിടുന്ന് കുളിക്കും, ചിലപ്പോൾ കുളിക്കാതെ തന്നെ ധുനിക്കരികിൽ ഇരിക്കും. പിന്നെ ചിലപ്പോൾ ധ്യാനനിരതനായി തീരും. നനുത്ത വെള്ള തുണി കൊണ്ട് തലയിലൊരു കെട്ട്, ധോത്തി, നീണ്ട കുപ്പായം, ഇതായിരുന്നു സായിനാഥിൻ്റെ ആദ്യകാല വേഷം. ബാബ അന്നൊക്കെ രോഗികളെ പരിശോധിക്കും, മരുന്ന് കൊടുക്കും. അതോടെ അവരുടെ അസുഖവും പൊടുന്നനെ മാറും. ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത വൈദ്യനായി അവിടുന്ന് പേരുകേട്ടു. ഈ സംഭവം കേൾക്കൂ. ഒരിക്കൽ ഒരു ഭക്തൻ്റെ നേത്രങ്ങൾക്ക് അസുഖം ബാധിച്ചു. കൃഷ്ണമണികൾക്ക് രക്തനിറം. ഷിർദിയിൽ ഒരൊറ്റ വൈദ്യനുമില്ല. ശുദ്ധമനസ്കരായ ഗ്രാമീണർ രോഗിയെ ബാബയെ കാണിച്ചു. ബാബ ചേർക്കുരു കൊണ്ടുവന്ന് ഉടച്ച് ചതച്ച് ഉരുളയാക്കി രോഗിയുടെ മിഴികളിൽ വെച്ച് തുണി കൊണ്ട് കെട്ടി. പിറ്റേ ദിവസം ബാബ കെട്ടഴിച്ചു മാറ്റി. നേത്രങ്ങളിൽ ജലം ധാരയായി ഒഴിച്ചു. അപ്പോൾ നീർക്കെട്ട് കുറഞ്ഞിരിക്കുന്നു. കൃഷ്ണമണികൾ സാധാരണ പോലെയായി. നേത്രരോഗത്തിന് ഇങ്ങനെ ഒരു ചികിത്സയോ ആരും കേട്ടിട്ട് പോലുമില്ല. പക്ഷേ അസുഖം ഭേദമായി എന്നത് ഒരു സത്യവും. മഹായോഗീശ്വരനായിരുന്നു സായീശ്വരൻ. ഹഠയോഗം അവിടത്തേക്ക് നന്നായി അറിയാമായിരുന്നു. വിസ്മയാവഹമാണ് അവിടുത്തെ യോഗക്രിയകൾ. ചിലപ്പോൾ കുളി കഴിഞ്ഞ് തൻ്റെ കുടൽമാലകൾ വായിലൂടെ പുറത്തെടുക്കും, കഴുകി ഉണക്കാനിടും. ഇത് കണ്ട പലരും സംഭ്രാന്തരായി. മറ്റൊരു യോഗക്രിയയായ ഗണ്ഡയോഗം ബാബയ്ക്ക് വശമായിരുന്നു. ഇതിൻ പ്രകാരം സ്വന്തം ശരീരാവയവങ്ങൾ ശരീരത്തിൽ നിന്നും പിഴുതെടുക്കുമത്രേ. ഒരിക്കൽ ഒരാൾ മസ്ജിദിന് ചുറ്റും സായീശ്വരൻ്റെ അവയവങ്ങൾ ചിതറിക്കിടക്കുന്നതായി കാണായി. ബാബ ദാരുണമായി വധിക്കപ്പെട്ടു എന്ന പരിഭ്രാന്തിയോടെ അയാൾ തിരികെ പാഞ്ഞു. കണ്ടത് പറയാൻ മനം വെമ്പി. പക്ഷേ അതിനെ തുടർന്ന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ആലോചിച്ചതോടെ അയാൾ മൗനിയായി. പിറ്റേ ദിവസം മനോധൈര്യം സംഭരിച്ച് അയാൾ മസ്ജിദിൽ ചെന്നു. അത്യത്ഭുതം! ബാബ പൂർണ്ണകായത്തോടെ ആനന്ദവാനായി തേജോരൂപനായി ഇരിക്കുന്നു. താൻ ഇന്നലെ കണ്ടതോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതോ ഏതാണ് സ്വപ്നം എന്ന സംശയത്തിലായി അയാൾ. ബാബ എന്ന മഹാവൈദ്യന് രോഗിയുടെ സന്തോഷത്തിൽ മാത്രമായിരുന്നു ആനന്ദം. അതിനായി കരുണാമയനായ സായി എത്ര ക്ലേശങ്ങൾ സഹിച്ചിരിക്കുന്നു. ഭക്തർക്കായി സായി ഏറ്റെടുക്കുന്ന വിഷമതകൾക്ക് ഒരു ഉദാഹരണം കേൾക്കൂ. 1910 ദീപാവലി കാലം. ധ്വനിക്ക് മുന്നിൽ ബാബ, ചുറ്റും ഭക്തന്മാർ. ബാബ ഭക്തന്മാരെ ദർശനം കൊണ്ടും അമൃത ഭാഷണങ്ങൾ കൊണ്ടും ആനന്ദിപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ധ്വനിയിലേക്ക് വിറകുകൾ ഇട്ടുകൊടുക്കുന്നു. അഗ്നി കത്തിക്കയറുകയാണ്. പൊടുന്നനെ അത് സംഭവിച്ചു. സായീശ്വരൻ തൻ്റെ തൃക്കരം ആളുന്ന അഗ്നിയിലേക്ക് നീട്ടി. ഭക്തന്മാർ അത് കണ്ട് ഞെട്ടിപ്പോയി. മാധവറാവു ദേശ്പാണ്ഡെ വേഗം ബാബയുടെ പുറകിൽ ചെന്ന് അരക്കെട്ടിൽ പിടിച്ച് വലിച്ചകറ്റി. അയ്യോ ബാബ, എന്താണിത്? ആ ചോദ്യം സായീശ്വരനെ ബാഹ്യബോധത്തിലേക്ക് കൊണ്ടുവന്നു. ശ്യാമ, കരുണാമയായി സായിമാത പറഞ്ഞു, നിനക്കറിയുമോ, ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഉലയിലെ തീയിൽ വീണു. ഞാൻ പൊക്കിയെടുക്കാൻ വൈകിയിരുന്നെങ്കിൽ കുഞ്ഞൊരു കരിക്കട്ടയായി തീരുമായിരുന്നു. എൻ്റെ കൈ പൊള്ളിയാലും സാരമില്ല, കുഞ്ഞിനെ രക്ഷിക്കാനായല്ലോ. എനിക്ക് സന്തോഷമായി. ബാബയുടെ കൈക്ക് സാരമായി പൊള്ളലേറ്റിരുന്നു. നാനാ സാഹേബ് ഡോക്ടർ പരമാനന്ദനെ കൊണ്ടുവന്നു. പക്ഷേ തുണികെട്ടി വെച്ചിരിക്കുന്ന കൈ അഴിച്ചു കാണിക്കാൻ ബാബ തയ്യാറായില്ല. ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞ് ബാബ അദ്ദേഹത്തെ മടക്കി. അള്ളയാകുന്നു നമ്മുടെ വൈദ്യൻ. ഇതായിരുന്നു ബാബയുടെ മറുപടി. എന്നാൽ കുഷ്ഠരോഗിയായ ഭഗോജി ഷിൻഡെ ഇക്കാര്യത്തിൽ മഹാഭാഗ്യവാനായി. പൊള്ളിയ ഭാഗത്ത് നെയ് പുരട്ടാനും കൈ തടവാനും തുണി കെട്ടാനും മറ്റും ബാബ ഭഗോജി ഷിൻഡെയെ അനുവദിച്ചു. തനിക്ക് കിട്ടിയ മഹാഭാഗ്യം അദ്ദേഹം ശരിക്കും വിനിയോഗിക്കുകയും ചെയ്തു. എന്താണിതിലെ സാരം? നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു സത്യം മാത്രം. ഭഗോജി ഷിൻഡെയെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം ബാബ അതിന് സമ്മതിച്ചതാണ്. കാരണം പൂർവ്വജന്മ കർമ്മ ദുരിതത്താൽ വളരെ പീഡിതനായിരുന്നു ഭഗോജി. കുഷ്ഠരോഗത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുമായാണ് അദ്ദേഹം ബാബയെ സേവിച്ചത്. ആ മഹാരോഗത്തിന് ഇതല്ലാതെ ഈശ്വര സേവയല്ലാതെ വേറെന്ത് പരിഹാരം? കൈ ശരിയായിട്ടും ഭഗോജിയെ അതേ ജോലി തൻ്റെ സമാധി വരെ തുടരാൻ സായീശ്വരൻ അനുവദിച്ചു. കുഷ്ഠരോഗിയായ സ്വഭക്തനോടുള്ള അപാര കൃപയല്ലാതെ മറ്റെന്താണിത്? അനുപമ കൃപാനിധിയായ സായീശ്വരൻ്റെ മറ്റൊരു ലീല കേട്ടോളൂ. അമരാവതിയിലെ ദാദാസാഹിബും ഭാര്യയും മകനും ഷിർദിയിലെത്തി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മകൻ രോഗബാധിതനായി. പരിശോധനയിൽ പ്ലേഗാണെന്നറിഞ്ഞു. അവർ പരിഭ്രമിച്ച് അവശരായി. ബാബ ശാന്തമായി പറഞ്ഞു, വിഷമിക്കണ്ട, മൂടിക്കെട്ടിയ ആകാശം ഇപ്പോൾ തെളിയും, എല്ലാം ശരിയാകും. അതിനുശേഷം വസ്ത്രമുയർത്തി
തിരുശരീരത്തിൽ കോഴിമുട്ടയുടെ വലുപ്പത്തിൽ പ്ലേഗിൻ്റെ 4 മുഴകൾ. ബാബ തുടർന്നു. കണ്ടില്ലേ, ഭക്തന്മാർക്കായി ഞാൻ എന്തൊക്കെ സഹിക്കുന്നു. ഋഷീശ്വരന്മാർ ദയാസിന്ധുവാണ്. അവർ ഭക്തന്മാരുടെ ദുരിതങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു. വെണ്ണയേക്കാൾ മൃദുവാണ് അവരുടെ മാനസം. വെണ്ണ താപം മെറ്റാലേ ഉരുകൂ. ഋഷിയുടെ ഹൃദയം അന്യരുടെ താപം കേട്ടാൽ മതി ഉരുകാൻ. സായീശ്വരൻ്റെ മറ്റൊരു ലീല കേൾക്കൂ. മഹാഭക്തനായ നാനാ സാഹിബിന് പന്ധർപുരിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അതൊരു മഹാഭാഗ്യമായി അദ്ദേഹം കരുതി. കുടുംബവുമായി ഷിർദിയിലേക്ക് പോകാൻ നാന തീരുമാനിച്ചു. യാത്ര പെട്ടെന്നായിരുന്നതിനാൽ ഷിർദിയിൽ ആരെയും വിവരമറിയിക്കാനും സാധിച്ചില്ല. തൻ്റെ വിഠലായ സായീശ്വരനെ ദർശിച്ച ശേഷം പന്ധർപുരിയിലേക്ക് പോകാനായിരുന്നു നാനയുടെ തീരുമാനം. എല്ലാം അറിയുന്ന സായീശ്വരൻ അതറിഞ്ഞു. കുറച്ചകലെയുള്ള നീമാഗവോണിൽ നാന എത്തിയപ്പോഴേക്കും ഷിർദിയിലെ മസ്ജിദിൽ രസകരമായ ഒരു അത്ഭുതമുണ്ടായി. ആ സമയം ബാബ മാനസപതി, അപ്പ ഷിൻഡെ, കാശിറാം എന്നീ ഭക്തന്മാരോട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് സായീശ്വരൻ പറഞ്ഞു, ഹൗ, പന്ധരിയുടെ നട തുറന്നിരിക്കുന്നു. നമുക്ക് 4 പേർക്കും കൂടി ഒരുമിച്ച് ഭജന പാടാം. കാലസ്വരൂപനായ സായീശ്വരൻ നാനാ മസ്ജിദിനോടടുക്കും തോറും ഭജന ഉച്ചത്തിലും ഉത്സാഹത്തിലുമാക്കി. ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം അത് ഏറ്റുപാടി. അപ്പോഴേക്കും നാന വന്നു നമസ്കരിച്ചു. സ്വാമി, ഞങ്ങൾ പണ്ഡരിപുരിയിലേക്ക് പോകുന്നു. അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണേ. നാനായുടെ അപേക്ഷ കേട്ടപ്പോൾ ഭക്തജനങ്ങൾ വിസ്മയത്തോടെ പറഞ്ഞു, നാന, ഈ ക്ഷണത്തിൻ്റെ ആവശ്യമേ ഇല്ല. ബാബ നിങ്ങൾ ക്ഷണിക്കാതെ തന്നെ അവിടെ പോകാമെന്ന് ഇപ്പോൾ അരുളിയതേ ഉള്ളൂ. നിറമിഴികളോടെ നാന അവതാര പുരുഷൻ്റെ തൃപ്പാദങ്ങളിൽ മുഖം അമർത്തി വിഭു തൃക്കൈകളാൽ ഉധി നൽകി അനുഗ്രഹിച്ചു. സായീശ്വരൻ്റെ ലീലകൾക്ക് അവസാനമില്ല. ഇവിടെ തൽക്കാലം നിർത്തട്ടെ. സർവവ്യാപിയായ സായീശ്വരൻ എല്ലാം അറിയുന്നു. മനുഷ്യനായി ജന്മം കിട്ടിയത് മഹാഭാഗ്യമാണ്. പക്ഷേ നാം അതറിയുന്നുണ്ടോ? ഈ ജന്മത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് മഹാ അപരാധമായിരിക്കും. അടുത്ത അധ്യായത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. 7-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.